ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു ചിക്കൻ പാണ്ടിപ്പാളയം അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ചിക്കൻ വേണം, ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, തേങ്ങാക്കൊത്ത്, പൂളി വെച്ചിരിക്കുന്നത്, ഇത് ഒരു സവാള. എനിക്ക് ചിക്കൻ ഇത് ഏകദേശം ഒരു 1.5 കിലോ ചിക്കനുണ്ട്. അതനുസരിച്ചാണ് ഞാൻ ഈ അളവെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ 1 കിലോയോ 1/2 കിലോ വെച്ച് ഉണ്ടാക്കുന്നെങ്കിൽ ഇതിൻ്റെയൊക്കെ പകുതി അളവ് മതി. ഇതിന് നമ്മൾ ചേർക്കുന്ന പൊടി എന്ന് പറയുന്നത് മഞ്ഞപ്പൊടി മാത്രമേ നമ്മൾ ഇതിനകത്ത് ചേർക്കാറുള്ളൂ. പച്ചമുളകൊക്കെ എരിവിന് ആവശ്യത്തിന് ചേർക്കാം. ഞാൻ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് സവാളയും ഉള്ളിയും കൂടെ ഒന്ന് വഴറ്റുവാണ്. ചെറുതായിട്ടൊന്ന് വഴറ്റി വരണം. ഉപ്പ് ചേർക്കുവാണ്. ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക, പച്ചമുളക് ഇടുക, തേങ്ങാക്കൊത്ത് ഇടണേ. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് വാടി വന്നു കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ചിക്കൻ എടുത്തിടണം. നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം. നമ്മൾ വെള്ളം ഒന്നും ചേർക്കണ്ട, അങ്ങ് അടച്ചു വെച്ചേക്കുക. ചിക്കനകത്തുനിന്ന് വെള്ളം ഇറങ്ങുമല്ലോ, ആ വെള്ളത്തിൽ വെന്തോളും. ചിക്കന് വെന്തിട്ടുണ്ട്. ഇനി നമ്മളിങ്ങനെ വരട്ടി അതെടുക്കണം. ചിക്കൻ പാണ്ടിപ്പാളയം റെഡിയായി. ഇനി ഇതിനകത്തോട്ട് കറിവേപ്പില ഇടുക. ഇട്ട് ഒന്ന് വാടിക്കഴിഞ്ഞിട്ട് ഓഫ് ചെയ്യുക. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ള സാധനമാണ്. എൻ്റെ ചാനൽ എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ, മറക്കല്ലേ. ചിക്കൻ പാണ്ടിപ്പാളയം എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ.